നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കഥക് തുറക്കാൻ പറ്റില്ലെന്നറിഞ്ഞ അവൻ അപ്പ തന്നെ ലക്ഷ്മിയെ വിളിക്കും. കേട്ട പാതി കേൾക്കാത്ത പാതി അമ്മച്ചി പോയി കഥ തുറന്നു കൊടുക്കുകയും ചെയ്യും. അത് പണിയാവും. എന്തൊരാശ്വാസം. ഇപ്പോഴാ സമാധാനമായത്. സത്യം പറഞ്ഞ തിരക്കുകളും പ്രശ്നങ്ങളും കാരണം എനിക്കെന്റെ മോളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാനോ സ്നേഹിക്കാനോ കഴിയുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. അതുപോരാ, ഇവൾക്ക് വേണ്ട സ്നേഹം കൊടുക്കണം. അല്ലെങ്കിൽ എന്റെ മോൾ എന്നിൽ നിന്ന് അകലും. അത് പാടില്ല. ഒരിക്കലും മഴമോൾ എന്നെ വിട്ടുപോകരുത്. അതെനിക്ക് താങ്ങാൻ പറ്റില്ല. ഒരു മിനിറ്റിനൊക്കെ ഇപ്പൊ 1 മണിക്കൂറിന്റെ നീളമാണല്ലോ. ഒരു വിധത്തിലും സമയം പോകുന്നില്ല. (11:57) 12 മണിയാവാൻ ഇനി കറക്റ്റ് 3 മിനിറ്റും കൂടിയുള്ളൂ. ഇനി 2 മിനിറ്റ്. ഇപ്പൊ ചെന്ന് മഴമോളെ വിളിച്ചുണർത്തി കഴിയുമ്പോഴേക്കും കൃത്യം 12 മണി കഴിയും. അപ്പൊ പിന്നെ പോയേക്കാം. ഇതെന്താ തുറക്കാൻ പറ്റാത്ത? ഇതാരോ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ.
ആരായത്? കഥക് തട്ടി വിളിച്ചാലോ? കഥകിലിടിച്ച് ബഹളം വെച്ച എല്ലാരും എഴുന്നേക്കും. സുന്ദരിയും അറിയും അത് പ്രശ്നമാണ്. മണി 12 ആവറായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? മഴമോളെ എഴുന്നേക്ക് മോളെ. ആ ഒരു കാര്യം പറയാനുണ്ട്. എന്താ മുട്ടി ഇത്? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ. എന്റെ പൊന്നു മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ. എന്റെ ചെല്ലക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ. എന്റെ തങ്കക്കുടത്തിന് ഹാപ്പി ബർത്ത്ഡേ. എന്റെ മുത്തിന് ഹാപ്പി ബർത്ത്ഡേ. എന്റെ പഞ്ചാരക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മുട്ടി, താങ്ക് യു. എനിക്ക് നാളെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് അമ്മൂട്ടിക്ക് നേരത്തെ ഓർമ്മയുണ്ടായിരുന്നല്ലേ? അപ്പൊ മറന്നില്ല. എന്താടാ ചക്കര ഇത്? എന്റെ ചെല്ലക്കിളിയുടെ പിറന്നാൾ അമ്മൂട്ടി മറക്കോ? അല്ല, ഉറങ്ങുന്നത് വരെ നാളെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് അമ്മൂട്ടി പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു മറന്നുവെന്ന്. ഇല്ലടാ ചക്കരെ, അമ്മൂട്ടി സർപ്രൈസ് ആയിട്ട് വിഷ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ നേരത്തെ പറയാതിരുന്നേ. അതെ, നാളെ അല്ല പിറന്നാള്, ഇന്ന് മണി 12 കഴിഞ്ഞു. അമ്മൂട്ടി 12 മണി കഴിഞ്ഞോ? പിന്നെ കഴിയാതെ കൃത്യം 12 മണിക്കല്ലേ അമ്മൂട്ടി മോളെ വിളിച്ചുണർത്തി വിഷ് ചെയ്തത്. 12 മണിക്ക് എന്നെ വിളിച്ചുണർത്തി വിഷയാന്ന് പറഞ്ഞിട്ട് ആ മാസ്റ്റർ ഇതുവരെ വന്നില്ലല്ലോ. ആവശ്യമില്ലാത്ത ഇടങ്ങളിലെല്ലാം കയറി തലയിട്ടോളും വൃത്തിയിട്ടവൻ. അമ്മൂട്ടി മാസ്റ്റർ ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ പോയി മാസ്റ്ററിനെ വിളിച്ചോണ്ട് വരട്ടെ? ഏയ് വേണ്ട മോളെ, അതൊന്നും വേണ്ട. പ്ലീസ് അമ്മൂട്ടി, ഞാൻ മാസ്റ്ററിന്റെ അടുത്ത് പോയിട്ട് വരട്ടെ? എന്തിനാ മോളെ മാസ്റ്ററെ പോയി വിളിക്കുന്നേ? മാസ്റ്റർക്ക് മോളുടെ പിറന്നാൾ ഓർമ്മയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് വിഷ് ചെയ്യുമല്ലോ. മോളുടെ പിറന്നാളിന്റെ കാര്യം മാസ്റ്റർ മറന്നുപോയി കാണും, അതാ വരാത്തത്. നോക്ക് മോളെ, സുഖമില്ലാത്തത് കൊണ്ടല്ലേ മാസ്റ്റർ ഇവിടെ വന്ന് നിൽക്കുന്നേ. അസുഖം മാറുമ്പോ മാസ്റ്റർ അങ്ങ് പോവുകയും ചെയ്യും. അതുകൊണ്ട് മാസ്റ്റർ വന്ന് വിഷ് ചെയ്യുന്ന ആഗ്രഹിക്കരുത്. ഇല്ല മുട്ടി, മാസ്റ്റർ ഉറങ്ങിപ്പോയതായിരിക്കും. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് എന്നെ വന്ന് വിഷ് ചെയ്തേനെ. ശരി, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അമ്മൂട്ടി ഉറങ്ങുമായിരുന്നല്ലോ, എന്നിട്ട് കൃത്യം 12 മണിക്ക് തന്നെ ഞാൻ മോളെ വിളിച്ചുണർത്തി വിഷ് ചെയ്തല്ലോ. ചെയ്തു. അപ്പൊ മാസ്റ്റർ വന്ന് വിളിച്ചുണർത്തി വിഷ് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും? ശരിയാ, മാസ്റ്ററിന്റെ ഹാപ്പി ബർത്ത്ഡേ മറന്നു കാണാം. എനിക്ക് സങ്കടമായി. മോളെന്തിനാ സങ്കടപ്പെടുന്നേ? എന്റെ ചക്കരക്കുട്ടിയുടെ ബർത്ത്ഡേ ഈ അമ്മൂട്ടി ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കാൻ പോവല്ലേ. അമ്മൂട്ടി ഉള്ളപ്പോ പിന്നെ എന്തിനാ മോള് മാസ്റ്ററെ കുറിച്ച് ആലോചിക്കുന്നേ? അമ്മൂട്ടി എങ്ങനെയാ നാളെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നേ? അത് സർപ്രൈസ് ആയിട്ടാ. സർപ്രൈസ് ഒന്നും വേണ്ട, പറയാം മുട്ടി പ്ലീസ്. നാളെ എങ്ങനെയാ ബർത്ത്ഡേ ആഘോഷിക്കുന്നേ? പറ. അതെ, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചു വന്നിട്ട് ഒരു റിസോർട്ടിൽ വെച്ച് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കും. എന്താ പോരെ? മതി. എങ്കിലേ എന്റെ മോൾ ഇപ്പൊ കിടന്ന് ഉറങ്ങിക്കോ. കിടക്ക്. അമ്മൂട്ടി
ഉറക്കം വരുന്നില്ല മുട്ടി. അതൊക്കെ വരും. അതെങ്ങനെ? ദേ, ഇങ്ങനെ വരും. ആരാ ഈ പണി ഒപ്പിച്ചു വെച്ചെന്ന് അറിയാൻ വയ്യല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ, അത് നല്ല ഐഡിയ. അമ്മയെ വിളിക്കാം. വിളിച്ചിട്ട് ഡോറൊന്ന് തുറന്നു തരാൻ പറയാം.